കാസ കാസ എന്ന് കേട്ടിട്ടില്ലേ? കാസ ഒറ്റയ്ക്കല്ല, കാസയുടെ പ്രസിഡൻസ് കെവിൻ കിർ ഒറ്റയ്ക്കല്ല. ആരാണ് ഈ കാസ? സംഘികളെക്കാളും വലിയ വർഗീയവാദികൾ, PC ജോർജിനെക്കാളും വലിയ അപരമത വിദ്വേഷികൾ, നെതന്യാഹുവിനെക്കാളും വലിയ വംശവെറിയന്മാർ, ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാല് മതം ദീനികളായ വിഷജന്തുക്കൾ എന്ന് പറയാം. ഇപ്പൊ ആളുകൾ പറയുന്നവർക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം കൂടി ഉണ്ടെന്ന്. ഡബിൾ ഡാഡി സിൻഡ്രോം. അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് ഇഷ്ടംപോലെ പൈസ പിരിച്ചു. ആ മനുഷ്യർ മുഴുവൻ ഒരു പക്ഷിയുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നതിന്റെ കാരണം അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ? ഈ വൃത്തികെട്ട കാസ അങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ കരുതുന്നില്ലെങ്കിൽ ഞാൻ കരുതുന്നേയില്ല അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഉണ്ടായതെന്ന്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി അണിചേരാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? അയാൾ മനഃപൂർവ്വം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ പൊതുവെ ഇവിടെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരു കൈ അബദ്ധമായിരിക്കാം, എന്തോ സംഭവിച്ചതായിരിക്കാം ഇത്രയും കാലം ജയിലിൽ കിടന്നത്. ആ സംഭവത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അത് അനുഭവിച്ച സ്ഥിതിക്ക് പുള്ളി ഇറക്കിക്കൊണ്ടുവരാമെന്ന് മനുഷ്യരായ മനുഷ്യരൊക്കെ ഒരൊറ്റക്കെട്ടായി കരുതുക ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കണ്ണുനീർ, വിഷയത്തിൽ ഇടപെട്ടവരുടെ മാന്യതയും ആത്മാർത്ഥതയും, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് മനുഷ്യരൊക്കെ കൂടെ ഒരൊറ്റ മനസ്സോടെ ഒത്തുചേർന്ന് നിന്നപ്പോഴാണ് ആ മോചനം സാധ്യമാവുന്നത്. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആളുകൾക്ക് അതുപോലൊരു ഒരുമ കാണുന്നില്ല. എന്താ കാര്യം? കാരണങ്ങൾ പലതാണ്. ഒന്ന്, നിമിഷപ്രിയയുടെ തന്നെ ശബ്ദത്തിൽ ഞാൻ അയാളെ കൊന്നു, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന തലത്തിലുള്ള കുറ്റസമ്മത മൊഴികൾ ചാനലുകളിലെ പ്രമുഖ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മയക്കി കിടക്കുക, അതിനുശേഷം അവനെ കൊണ്ട് ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ബോധം കഴിയുമ്പോഴത്തേനും അവനെ കൊണ്ട് ഫലമായിട്ട് ഡൈവേഴ്സ് ഒപ്പിടിക്കുക, അല്ലെങ്കിൽ എനിക്ക് രസം തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു മാർഗം പറഞ്ഞു തന്നത്. അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവനിൽ നിന്ന് രക്ഷ നേടാൻ പറ്റാത്തത് കൊണ്ട് ഞാനതിനെ സമ്മതിച്ചു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു. ആദ്യം ലെജിലോം കൊടുത്തു, മയക്കി. അവന് മയക്കല്ല, അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അവന് ഏറ്റില്ല, അവനെ മയക്കിയില്ല. അതിനുശേഷം പിന്നെ കെറ്റാമിൻ എന്ന് പറഞ്ഞ അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു. അത് മയങ്ങിപ്പോയി. ഞാനും പഠിച്ചു പോയി. അത് ശ്വാസം നിലച്ചു എന്ന് തോന്നിയപ്പോഴത്തേനും ഞാനും പഠിച്ചുപോയി. ഞാനും പഠിച്ചു എടുത്തു കഴിച്ചു, മയക്കുമരുന്ന് ഗുളികളെ എടുത്തു കഴിച്ചു. അതിനുശേഷം എന്റെ കൂടുതൽ ജോലി ചെയ്യുന്ന നേഴ്സ് വന്ന ഹെലൻ എന്ന് പറഞ്ഞ നേഴ്സ് വന്നു. അവളെപ്പോഴും ജയിലിലുണ്ട്. അവളടുത്ത് പോയി, അവൾ എന്റെ താഴത്തെ റൂമിലാണ് താമസിക്കുന്നത്. അവളടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവൾക്കും അറിയാമായിരുന്നു ഈ കാര്യം. അവളുടെ സംഭവം അറിയിച്ചപ്പോഴത്തേനും അവള് അവിടുന്ന് ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവന് 80 കിലോ ഭാരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും എന്ന് അവള് ചിന്തിച്ചിട്ട് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഹലോ, അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. മയക്കുപൊടി കഴിച്ചതിന് ശേഷം എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ അവളെ പീസാക്കി ബാഗുകളിലാക്കി ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ചെയ്തത് അവളാണ്. അവൾ എന്റെ പുറത്ത് ജയിലിലായിരുന്നു. 3 വർഷമായിട്ട് എന്റെ ഒപ്പം ജയിലിലായിരുന്നു. ഇന്നലെ വിധി പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് 3 വർഷത്തെ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വധശിക്ഷ. ഇത് റിപ്പോർട്ടർ TV 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാ മലയാളികളും കണ്ടിട്ടുണ്ട്. വധശിക്ഷ കിട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രതി പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാകണമെന്നില്ല, അതിൽ ലോജിക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ പോലും ഇത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഈ കേട്ട സംസാരമൊക്കെ. രണ്ടാമതായി, നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ക്രിയാത്മകമായ ഇടപെടലൊന്നും ആദ്യഘട്ടത്തിൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പിന്നീടായപ്പോൾ ആക്ഷൻ കൗൺസിലുകാർ തമ്മിലുള്ള കടിപിടിയൊക്കെ കൂടി മനുഷ്യരുടെ മനസ്സ് വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാരണം, കൊലപാതകം എന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് എങ്ങനെ കൊന്നു, പിന്നീട് എന്തു ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രൂരമായ രീതിയിലാണ്
പ്രിയ കൊല ചെയ്തത് എന്ന രീതിയിലുള്ള വളരെ നിറം പിടിപ്പിച്ച കഥകൾ ഈ നാട്ടിൽ ആദ്യം തൊട്ടേ പ്രചരിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യ മനസ്സിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലാതെ കാസ പറയുന്നത് പോലെ അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ചിറങ്ങി അങ്ങോട്ട് നിരന്നു നിന്നും നിമിഷ മുസ്ലിം അല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതല്ല. ഇതൊക്കെ വേറെ വേറെ കാരണങ്ങൾ കൊണ്ടാണ്. രണ്ടും രണ്ട് സാഹചര്യമാണ്, രണ്ട് സംഭവമാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ? കാസക്കാരുടെ ഡബിൾ ഡാഡി സിൻഡ്രോമിലേക്ക് തിരിച്ചു വന്നാൽ 2024 ഏപ്രിൽ 12 കാസക്കാർ എഴുതുന്നു, കൊലപാതക കുറ്റത്തിൽ അകത്ത് കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി 27 കോടി കൊടുത്ത് ഇറക്കാൻ വേണ്ടി കേരളത്തിൽ ആളുണ്ട്. പക്ഷെ വേറെ ഒരു മലയാളി പെൺകുട്ടി നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് കോടികൾ പിരിക്കാൻ ഇവിടെ ഒരാൾക്കും താല്പര്യമില്ല. അന്ന് ആ ന്യൂസിന്റെ അടിയിൽ അവൾ ചാവേണ്ടവളാണെന്നാണ് മേത്തന്മാർ കമന്റ് അടിച്ചത്. ജോലി സ്ഥലത്ത് വെച്ച് കാട്ടറബി തന്റെ യഥാർത്ഥ കാട്ടു സ്വഭാവം പുറത്തെടുത്തപ്പോൾ ചെറുത്തുനിൽപ്പ് നടത്തിയ സാഹചര്യത്തിൽ ചത്തുപോയ ഉഡായിപ്പ് യമനി അറബിയുടെ ഭാഗത്തായിരുന്നു തെറ്റ്. എഴുതി വെച്ചിരിക്കുന്ന ഭാഷയത്. ഇപ്പൊ ഞമ്മന്റെ ആള് ചാവാൻ പോയപ്പോ എന്താണ് കേരളത്തിൽ ഒരു പുകില്? ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇരട്ടത്താപ്പെന്ന്. അന്ന് തന്നെ പോലീസ് കേസെടുത്ത് അകത്തിട്ട് ചാവട്ടിക്കൂട്ടേണ്ട പ്രസ്താവനയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒന്നും ഉണ്ടായില്ല കേട്ടോ, ഇവിടെ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എന്തുണ്ടായി? വീണ്ടും വൃത്തികേട് എഴുതാൻ ഇവര് ബാക്കിയുണ്ടായി. ജൂലൈ 16, 2025 അവർ എഴുതി വെച്ചിരിക്കുകയാണ്, നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടങ്ങൾ എന്തിനിടപെടണമെന്ന്. അവര് തന്നെ നമ്മളോട് ചോദിക്കുക, എന്തിനിടപെടണം? നിമിഷപ്രിയ ലോകത്തെ ഏതു രാജ്യത്തെ നിയമം വെച്ച് നോക്കിയാലും ഒപ്പം ദൈവിക നിയമപ്രകാരവും കടുത്ത കുറ്റവാളി തന്നെയാണ്, ഒരു സംശയവുമില്ല അതിൽ. ഏതൊരു കുറ്റവാളിക്കും താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ ന്യായീകരണങ്ങൾ പലതും ഉണ്ടാകാം. ബോംബെയിൽ നിരപരാധികളെ തലങ്ങും വിലങ്ങും വെടിവെച്ച് കൊന്ന അജ്മൽ കസബിന് പോലും ഉണ്ടായിരുന്നു ന്യായീകരണം. അതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്കുമുണ്ട് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ. കൊല്ലപ്പെട്ട യമനി പൗരൻ നടത്തിയ ചതിയോ വഞ്ചനയോ പീഡനമോ ഒന്നും ഒരിക്കലും അയാളെ കൊല ചെയ്യുന്നതിനുള്ള ഒരു ന്യായീകരണമേ ആകുന്നില്ല. ഭാരതം പോലെ ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികളായ പൗരന്മാർക്ക് വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് എന്ത് സന്ദേശമാണ് പിന്നെ സ്വന്തം പൗരന്മാർക്കും മറ്റു രാജ്യക്കാർക്കും നൽകുന്നത് എന്നൊക്കെ അങ്ങോട്ട് ഘോരം പ്രസംഗിക്കുകയാണ് കാസ കിടന്നിട്ട്. ചെറിയ കാലം കൊണ്ടുണ്ടായ മാറ്റം നോക്കൂ. ഭാരതീയർ ഏത് നാട്ടിൽ പോയി വൃത്തികേട് കാണിച്ച് ജയിലിലായാലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് അവരെ മോചിപ്പിച്ചു വരുമെന്ന മെസ്സേജാണോ ഇതുകൊണ്ട് തരുന്നത്? സത്യത്തിൽ ഞായറാഴ്ച വധശിക്ഷ നീട്ടിവെച്ച തീരുമാനത്തിൽ കാന്തപുരത്തിന്റെ യാതൊരുവിധ ഇടപെടലും ഉണ്ടായില്ല. അപ്പൊ അതാണ് പ്രശ്നം. കാന്തപുരം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇതാണോ നിലപാട് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും അതേ കാര്യം സ്വന്തം ആളുകൾ ചെയ്യുമ്പോൾ ശരിയുമാകുന്ന പെട്ടെന്ന് മാന്യനായി ഗൈസ്, ജാതി മതം ഇല്ലാതായി ലോക പൗരനായി മാറി. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണെന്ന് ഇങ്ങനെ കാളമൂത്രം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കുറിപ്പ് എഴുതിയിട്ടിരിക്കുകയാണ്. അത് വലിയ റീച്ച് ആയിട്ടുണ്ട്. ഡബിൾ ഡാഡി സിൻഡ്രോം എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ? ഒരു കൊല്ലം കൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചത്? വേറെ എന്താ പറയാ? ഇതിലെ ഈ രണ്ട് കുറിപ്പുകളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ വന്നു എന്ന് ആലോചിച്ച് നോക്കിയാലാണ് ഇതിലെ ഭീകരത. അബ്ദുൾ റഹീമിന് വേണ്ടി കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കണ്ട് സഹിക്കാവയ്യാതെയാണ് ആദ്യത്തെ കുറിപ്പ് എഴുതിയത്. നിമിഷയല്ല പ്രശ്നം, അബ്ദുൾ റഹീം ആയിരുന്നു. എന്താ ഞങ്ങളെ നിമിഷയ്ക്ക് നീതി വേണ്ടെന്നാ ചോദിച്ചത്? അത് ചോദിച്ചത് നിമിഷയ്ക്ക് മോചനം കിട്ടാൻ വേണ്ടിയല്ല, അബ്ദുൾ റഹീമിന് മോചനം കിട്ടിയാലോ എന്ന വേദനയിൽ നിന്ന് കരഞ്ഞു പോയതാ. ഇപ്പൊ കാന്തപുരം എന്നൊരു മതപണ്ഡിതൻ, ഒരു മുസ്ലിം മതപണ്ഡിതൻ നിമിഷയുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് നിമിഷയേക്കാൾ വലുതായി മതവിദ്വേഷം. അപ്പൊ ശത്രു കാന്തപുരം ഉസ്താദായി മാറി. നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി. ഇതാണ് ഈ കാസയുടെ ഈ വിഷയത്തിലെ നിലപാടെന്ന് ആലോചിച്ച് നോക്കൂ. നിമിഷപ്രിയ രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, കാന്തപുരം ഉസ്താദിന്റെ സഹായം കൊണ്ട് ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിച്ചുകൊണ്ട് രക്ഷപ്പെടേണ്ട എന്ന നയാണ് കാസയ്ക്ക്. സത്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടതോടെ അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് മാത്രം നിമിഷം രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം കൂട്ടർ നാട്ടിലുണ്ടായിരിക്കുന്നു. അതിൽ കാസക്കാർ മാത്രമല്ല ഉള്ളത് എന്നതാണ് ഇതിലെ രസകരമായ കാര്യം. ധാരാളം മുസ്ലിങ്ങളും ഇതിലുണ്ട്. നിമിഷപ്രിയ രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കുന്ന കൂട്ടരെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ, 1 കാന്തപുരത്തെ എതിർക്കുന്ന വെറുക്കുന്ന മുസ്ലിങ്ങൾ, 2 ശ്രീജിത്ത് പണിക്കര്, ശശികല, എക്സ് മുസ്ലിങ്ങൾ തുടങ്ങിയ എല്ലാത്തരം വർഗീയവാദികളും ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ, 3 നിമിഷപ്രിയ കൊടും കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷയിളവ് അർഹിക്കുന്നില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം മനുഷ്യർ. 4ാമത്തെ കൂട്ടരെ വിട്ടുകളയാനേ പറ്റില്ല. സ്ത്രീയായ നിമിഷപ്രിയ തലാലുമായി ബന്ധമുണ്ടാക്കി ഒപ്പം താമസിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സദാചാര കാരണങ്ങളാൽ നിമിഷപ്രിയക്ക് ശിക്ഷ ഇളവ് വേണ്ട, അവള് രക്ഷ അർഹിക്കുന്നില്ല എന്ന് കരുതുന്നവർ നിമിഷപ്രിയയെ കുറ്റവിമുക്തിയാക്കണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെടുന്നില്ല. ഒരു ആക്ഷൻ കൗൺസിലും ആവശ്യപ്പെടുന്നില്ല. വധശിക്ഷയിൽ നിന്ന് ഇളവാണ് ആവശ്യപ്പെടുന്നത്. കൊലയ്ക്ക് പകരം കൊല അല്ലല്ലോ വേണ്ടത്. കുറ്റവാളികളെ ജയിലിലിട്ട് പരിവർത്തനപ്പെടുത്തി സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ
ഈ ശിക്ഷയും കുറ്റവും ജയിലും ഒക്കെ ഉള്ളത്, അതല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് പറയണേ. കുറ്റവിമുക്താക്കണ്ട, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്നിട്ട് ജയിലിലിടെ എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഏത് രീതിയിലുള്ള ശിക്ഷയും കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് കമന്റ് ചെയ്യണേ.